ഹായ്, വെൽക്കം ടു വിചിത്ര ലോകം. ഇന്നത്തെ അവൽ പായസത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല മധുരമുള്ള അവൽ പായസം 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ആദ്യം ശർക്കര ഉരുക്കിയെടുക്കാം. നല്ല ശർക്കരയാണ് എങ്കിൽ ഒന്ന് ഉരുക്കി അരിച്ചെടുക്കാം. അടുത്ത് അവൽ റോസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നെയ്യ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് അവൽ നെയ്യിൽ വറുത്തെടുക്കാം. സ്ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. ഇതൊന്ന് ക്രിസ്പി ടൈപ്പ് ആകുമ്പോൾ ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. ശേഷം ചുവട് കട്ടിയുള്ള പാത്രത്തിൽ 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള പശുവിൻ പാൽ 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് കുറുകി മുകളിൽ ഇതുപോലെ പാടയാകുമ്പോൾ ഇതിലേക്ക് അവൽ ആഡ് ചെയ്യാം. പാലിലോട്ട് അവൽ ചേർത്തതിന് ശേഷം ഒരുപാട് ടൈം കുക്ക് ചെയ്യേണ്ട. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. കൂടുതൽ സമയം കുക്ക് ചെയ്താൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറി തിക്കാവും. ശേഷം ഉരുക്കിയ ശർക്കര പാനി ചേർക്കാം. അതിനുശേഷം കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ തിക്നെസ് കൂടിയാൽ പാലുണ്ടെങ്കിൽ തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച്, അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചാലും മതിയാവും. ഏലക്കപ്പൊടി ചേർത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അടുത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടനും ഓളും പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അവൽ പായസത്തിലെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കുറച്ചൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി പായസത്തിലോട്ട് ചേർക്കാം. ഡെക്കറേഷന് വേണ്ടിയാണ് കുറച്ച് മാറ്റി വയ്ക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ് അവൽ പായസം. കൂടുതൽ അളവിലാണ് പായസം ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് അവലെടുക്കാം. അതുപോലെ തന്നെ മധുരവും അവരവരുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.